എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റ് പരീക്ഷയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് നീറ്റ് വഴിയും BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ സാധിക്കുമെങ്കിലും കേരളത്തിലെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് നിങ്ങൾക്ക് നീറ്റ് പരീക്ഷയുടെ ആവശ്യമില്ല. നേരത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഒരു പ്രവേശന പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നിലവിൽ ആ ഒരു പരീക്ഷ നടത്തേണ്ട എന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ LBS വഴിയായിരിക്കും ഇത്തവണയും വിദ്യാർത്ഥികളെ +2 ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി എന്നിവയുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തപ്പെടുക. നിങ്ങളുടെ +2 റിസൾട്ട് എപ്പോഴാണോ പ്രസിദ്ധീകരിക്കുന്നത് ആ ഒരു പ്രസിദ്ധീകരിച്ച ശേഷം ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ lbscenter.in എന്നുള്ള വെബ്സൈറ്റ് വഴി LBS സെൻറ്റർ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ അതായത് ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിലും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് കോളേജുകളിലും പ്രവേശനം നടപടികൾ നടത്തിയിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അസോസിയേഷനുകളായിരുന്നു. അപ്പോൾ നിലവിൽ ആ ഒരു അസോസിയേഷനുകൾ മുൻ വർഷം നടത്തിയിട്ടുണ്ടായിരുന്ന പ്രവേശന അതായത് ഈ ഒരു അപേക്ഷയിൽ ലഭിച്ച ഫീസിൽ നിന്നും GST അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബാധ്യതയായിട്ട് വന്നതുകൊണ്ട് തന്നെ അതായത് ഗവൺമെൻറ്റിൽ നിന്നും സർക്കുലർ വന്നതുകൊണ്ട് തന്നെ ഈ വർഷം അതുമായി ബന്ധപ്പെട്ട് അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തേണ്ടതെന്നാണ് നിലവിൽ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു കോളേജിലേക്കുള്ള പ്രവേശന നടപടികൾ നടത്തുക എന്നുള്ളത് ഇനി ആ ഒരു അഡ്മിഷൻ ടൈമിൽ മാത്രമാണ് പറയാൻ സാധിക്കുക. ചില സമയത്ത് കോളേജിൽ നേരിട്ട് അപേക്ഷ നൽകുകയാണെങ്കിൽ അതൊരു ബാധ്യതയായിരിക്കും. കാരണം ഏകദേശം കുറേ കോളേജുകൾ 1000 രൂപ വെച്ച് ഫീസ് നൽകുകയാണെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും. കാരണം കൂടുതൽ അതായത് 10 കോളേജിൽ ആ ഒരു അഡ്മിഷനായിട്ട് അപേക്ഷിക്കുമ്പോഴേക്ക് തന്നെ ഏകദേശം 10,000 രൂപ വരും. LBS വഴി അപേക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് 800 രൂപയാണ് കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഫീസ് കൂടുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സർക്കുലർ വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് അതായത് നീറ്റ് UG വഴി അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി പഠിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ BSc നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നാഷണൽ അതായത് ഈ ഒരു നീറ്റ് പരീക്ഷ വഴി അഡ്മിഷൻ നേടുന്നതിനായിട്ട് പറ്റുന്നതായി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്ക് അഡ്മിഷൻ നേടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നീറ്റ് പരീക്ഷയിൽ നന്നായിട്ട് നല്ല ക്വാളിഫിക്കേഷൻ അതായത് നല്ല മാർക്ക് വാങ്ങി ക്വാളിഫൈ ചെയ്യുക. അതായത് ഏകദേശം 650 മാർക്കിന് മുകളിൽ മാർക്ക് വാങ്ങി ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൻ്റെ ആ ഒരു അതായത് അതുമായി ബന്ധപ്പെട്ടുള്ളവർ ഒരു ഇൻ്റർവ്യൂ നടത്തും. അതായത് ആ ഒരു ഇൻ്റർവ്യൂവിനായിട്ട് നിങ്ങൾ അപേക്ഷ നൽകണം. അതുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ പഠിക്കാനായിട്ട് സാധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മിലിറ്ററി നഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അതായത് MBBS, BDS, അതുപോലെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആയിട്ടുള്ള BTech ബയോടെക്നോളജി, അതുപോലെ BSc അഗ്രികൾച്ചർ, അതുപോലെ തന്നെ വെറ്റിനറി, അതുപോലെ തന്നെ BTech ബയോടെക്നോളജി, അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന മറ്റ് കോഴ്സുകളാണ് അതായത് വെറ്റിനറി, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്. ഇതുപോലുള്ള ഏകദേശം ടോട്ടൽ 16ഓളം മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കീം അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അത് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ കേരളത്തിൽ പ്രവേശനം ലഭിക്കുള്ളൂ. അതിനുശേഷം നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകാൻ മാർക്ക് നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.